മീൻ നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. താങ്ക് യു. അമ്മാവൻ വരുമ്പോഴേ ഇത് കഴുകും തുടക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്റെ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഐശ്വര്യം കൊണ്ടുവന്ന് കയറിയ വണ്ടിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഓക്കെ ബൈ. മോളെ സൂക്ഷിച്ചു പോണേ. എന്താ മനോജേട്ടാ? ഇതൊന്ന് തുറന്നു നോക്കിയേ. എന്താണ് പറയൂ? നോക്ക്. ഹായ്, നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കരുതി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ലാന്ന്. നന്ദിനിക്കുട്ടിയുടെ ഫോട്ടോ അല്ലേ? ഏത് പൊട്ടനെടുത്താലും കിട്ടും. വേണ്ട, വെച്ചോ. എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു. ഓക്കെ ബൈ. ടാറ്റ. ടാറ്റ. അമ്മേ. എന്താണ് നടന്നത്? എന്ത് പറ്റിയടാ? വെടിവെച്ച കേട്ടപ്പോ ചങ്കിനകത്തൊരു കുളത്തിപ്പിടുത്തം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ബംഗ്ലാവിൽ കാനഡ കൊച്ചമ്മ വന്നേക്കണ്. കാനഡ കൊച്ചമ്മ? ആ, നമ്മുടെ നന്ദിനി കൊച്ചമ്മ. നമ്മുടെ ഓഫീസിലെ സൂസന്നയോട് ചട്ടിയിലിട്ട് വറുത്ത പോലെ കൂടെ ചോദ്യങ്ങള്. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ എസ്റ്റേറ്റിന്റെ വീതി, നീളവും വിസ്തീർണവും എല്ലാം എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ സാറിനെ പ്രത്യേകം തിരക്കി. ഓഹോ, അപ്പൊ കണക്കെടുപ്പിന് വന്നതാണ്. കാനഡ ഇങ്ങോട്ട് കാല് കുത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയല്ലേ? കാന്താരി മുളകോളം ഉള്ളെങ്കിലും ആള് ജഗജില്ല. ഞാൻ നേരിൽ കണ്ടതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയായി. ഓക്കെ, ആ വക്കീലിന്റെ പുഷിങ് ആയിരിക്കും. മുളയിലെ നുള്ളിയില്ലെങ്കിൽ പടർന്ന് കേറി ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊല്ലും. അത് ഉറപ്പാ സാർ. ഒരു കാര്യം ചെയ്യും, ആ പട്ടാളം വാസം ഇങ്ങോട്ട് വരാൻ പറ. അത്രയ്ക്ക് വേണോ? വേണം. പോരുമ്പോ പണ്ട് നമ്മൾ റേഞ്ചർക്ക് വെച്ചതുപോലെ ഒരു കെണി കൂടി കരുതിക്കൊള്ളാൻ പറ. എന്റെ അമ്മച്ചി, ഞാൻ തന്നെ പോണോ? പോണം. എന്റെ കർത്താവേ! पाकिस्तान में 40 पैटर्न टैंक को खत्म हुआ एक बम से, सिर्फ एक बम से। बैंगलोर में शॉपिंग कॉम्प्लेक्स, न्यू दिल्ली में विक्टोरिया फ्लाईओवर, मद्रास में एयरपोर्ट। आई एम ए बैड मैन, समझा? രാജേന്ദ്രൻ സാർ അപ്പോൾ കേണൽ വാസുവിനെ മറന്നിട്ടില്ല അല്ലേ? പട്ടാളം വാസു ആശാനെ അത്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ ആശാനെ? ആശാനല്ല, സാബ്, കേണൽ സാബ്. ആ, അങ്ങനെ മറക്കാൻ പറ്റുമോ കേണൽ സാബേ? അച്ഛാ, പക്ഷെ ആ റേഞ്ചർ കിറ്റ് കെടിവെച്ചതിന് ശേഷം എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ കരുതി അതിനുശേഷം കെളിവെക്കാൻ എന്തെങ്കിലും ഇരവന്ന് വീണ് കിട്ടണ്ടേ? അച്ഛാ, ഇതിപ്പോ ഏതാണ് പുതിയത്? ഷോപ്പിംഗ് സെന്റർ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷൻ? ഇതൊന്നും അല്ല, ഒരു കാനഡ ഇറക്കുമതിയാ. നന്ദിനി കൊച്ചമ്മ. Shut up, you scoundrel! मेरे को खेल का माल नहीं. ദൈവത്തെ ഓർത്ത് സാബ് ഒഴിഞ്ഞു മാറരുത്. ശ്രമിക്കാം. ഒരു ഇന്റർനാഷണൽ ലൈനിലുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്റെ സ്വപ്നം. മൈ പ്രസ്റ്റേജ്. എങ്കിലും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. സംശ, ഏത് കണിയാണ് വേണ്ടത്? ഹ്യൂമൻ ബോംബ്, ബെൽറ്റ് ബോംബ്, ലെറ്റർ ബോംബ്, ബ്രീഫ് കേസ് ബോംബ്, മീറ്റർ ടൈം ബോംബ്, ഇതൊക്കെ പൊട്ടുവോ? और ഫ്ലവർ ബോംബ്. പുള്ളിക്കാരി വന്നിരിക്കുന്നത് കാറിലാണ്. അപ്പോൾ മീറ്റർ ടൈം ബോംബ് മതിയാവും. ഫോളോ മീ. അക്കൗണ്ട്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കണമെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഞാനൊന്ന് മാറി നിന്നാ മതി, അപ്പോഴും കാര്യങ്ങളൊക്കെ തകരാറിലാക്കും. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഇതൊക്കെ കറക്റ്റ് ചെയ്തെന്ന് തന്നിരി കൊടുക്കും. അറ്റ്ലീസ്റ്റ് 1 month, സർ. ഒരു മാസമോ? നോ, ഓൺലി 15 days. ഇതിലെ ഒരു മൺ റോഡ് ഉണ്ടായിരുന്നല്ലോ, താഴെ ഒരു നരിമടയും.
ഓ മൈ ഗോഡ്, എന്തൊരു ഓർമ്മയാ മോക്ക്. രാജേട്ടാ ഏ? രാജേട്ടാ അങ്ങോട്ടൊക്കെ ഇത്തിരി നേരം ഞാൻ ഒറ്റയ്ക്ക് നടക്കട്ടെ. ഒറ്റയ്ക്കുള്ള ഈ നടപ്പ് യാത്രയൊക്കെ സൂക്ഷിക്കണം. ഐ ഡോണ്ട് കെയർ. ആ. മാത്രമല്ല ഞാൻ എവിടെ പോയാലും ഡാഡിയും മമ്മിയൊക്കെ കൂടെ ഉണ്ടെന്നൊരു തോന്നല. പിന്നെ അറിയാത്ത വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട് രാജേട്ടാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കേ ബൈ. Bye. ഹലോ മിസ്റ്റർ വാസു. ഹലോ സാർ. സാർ എന്നെ മറന്നു എന്നാണ് ഞാൻ കരുതിയത്. നോ 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 നോ, മറന്നിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ജി സാർ. ആയിരിക്കെ. നോ താങ്ക്സ്. ഞാൻ ഓപ്പറേഷൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്. ആരെ എവിടെ എപ്പോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വെരി ഗുഡ്. പിന്നെ എന്റെ പ്രതിഫലം കഴിഞ്ഞ തവണത്തേക്കാൾ ഒരല്പം കൂടിയിട്ടുണ്ട്. ഒരു 25,000 ഉണ്ട്. പ്രതിഫലമല്ല പ്രശ്നം, ഈരിച്ചെവി അറിയാതെ കാര്യം സക്സസ് ആക്കണം. ജി സാർ. ഞാനിതിന്റെ പിന്നിലുണ്ടെന്ന് ഒരു ഈച്ച പോലും അറിയരുത്. അക്കാര്യം സാർ എനിക്ക് വിട്ടു തന്നേക്കൂ. സാബ് പോലും പറയാൻ സാബിനെ ഞാൻ തൂളാക്കി കാണിച്ചു തരാം. എന്നെ? ജി സാർ. ഏ? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ വെച്ച് താമസിപ്പിക്കുന്നത് കൂടുതൽ അപകടമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നന്ദിനിക്ക് വല്ലത് സംഭവിച്ചാൽ ആ വക്കീലിന് സംശയം തോന്നാനിടയുണ്ട്. അവളെ കാനഡയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു തന്നെ അയാളുടെ ബുദ്ധിയാ. ഒരു കാലത്ത് ഇവിടുത്തെ കാവൽപ്പട്ടിയായിരുന്നല്ലോ കക്ഷി. അപ്പോ ഓപ്പറേഷൻ ഇന്ന് തന്നെ ആവാമല്ലേ? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഇവിടുന്ന് അവൾ പോകുന്നത് വക്കീലിന്റെ വീട്ടിലേക്കായിരിക്കും. അവൾ അവിടെ എത്താൻ പാടില്ല. 25-ാം തീയതി കണക്കുകൾ പരിശോധിക്കാൻ മിസ് നന്ദിനി മേനോൻ ഉണ്ടാവരുത്. ഓക്കെ? ഡൺ. അവര് വരുന്നുണ്ട്. എന്താ ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. അമ്മ ചേച്ചിക്ക് എന്നോട് എന്ത് സ്നേഹാന്നോ. രാജേട്ടൻ എന്നും വീട്ടിലേക്ക് വരാത്തതിൽ അമ്മ ചേച്ചിക്ക് പരിഭവാ. അതെയോ? ഇന്ന് തന്നെ കൂട്ടിട്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വന്നത്. അതെന്താ? 2 ദിവസം ഞാൻ എത്തിയേക്കാം. ഓക്കെ. കേറ് മോളെ, സൂക്ഷിച്ചോടിക്കണേ. മുഴുവൻ കേർപ്പിന്റെ വളവളാ. യാ. See you. എല്ലാം ഓക്കെ ആണല്ലോ? വിത്തിൻ 1 hour. Good. എന്റെ അമ്മ, ഒരു മണിക്കൂറിൽ ബോംബ് പൊട്ടുവന്ന. നിങ്ങൾ അവളെ ഫോളോ ചെയ്യണം. അവൾ അറിയരുത്. ബ്ലാസ്റ്റിംഗ് നടന്നാൽ ഉടൻ എന്നെ വിവരം അറിയിച്ചിരിക്കണം. എന്റെ ഓരോ ഓപ്പറേഷന്റെ റിസൾട്ടും ഞാൻ നേരിൽ കാണാറുണ്ട്. അതാണ് എന്റെ പോളിസി. ഗുഡ്. ഫോളോ മീ. വാ.